തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം പറയാമെന്ന് വിചാരിക്കരുതല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമാവും ഇഷാൻ പണ്ഡിറ്റ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരം എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലെ നെക്സ്റ്റ് സെൻസേഷണൽ തിങ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്ന താരമായിരുന്നു ഇഷാൻ പണ്ഡിറ്റ്. പുള്ളി യുവാൻ ഫെറാണ്ടോ എന്ന പരിശീലകന്റെ സൂപ്പർ സബ്ബായിട്ട് FC ഗോവയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് അദ്ദേഹം ജംഷഡ്പൂർ FCയിലേക്ക് പോയപ്പോഴും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. പിന്നീടായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മോശം തീരുമാനമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് എന്ന് പറയേണ്ടി വരും. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നതിന് ശേഷമാണ് ഇതുവരെയും ഇഷാൻ പണ്ഡിതയ്ക്ക് ഒരു ഗോൾ നേടാൻ കഴിയാഞ്ഞത്. ഇഷാൻ പണ്ഡിതയ്ക്ക് ആദ്യമായിട്ട് ISL സീസണിൽ ഒരു ഗോൾ പോലും നേടാൻ കഴിയാതിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വന്നപ്പോഴായിരുന്നു. യുവാൻ ഫെറാണ്ടോയുടെ സൂപ്പർ സബ്ബായിരുന്ന താരത്തിനെ ഇന്റർകാശി ഉണ്ടല്ലോ, ഇന്റർകാശി അദ്ദേഹത്തിന് മോഹിപ്പിക്കുന്ന ഓഫറായിട്ട് എന്നതായിരുന്നു. ഇന്റർകാശിയിൽ കളിച്ചിട്ട് അവിടെ നിന്ന് ഇന്റർസ്കാൽഡസ് എന്ന് പറയുന്ന അവരുടെ മറ്റൊരു പേരന്റ് ക്ലബിലേക്ക് വിടാം എന്നായിരുന്നു തീരുമാനം. പക്ഷേ യൂറോപ്യൻ എക്സ്പ്ലോഷർ പോലും വേണ്ടെന്ന് വെച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാനായിരുന്നു ഇഷാൻ പണ്ഡിത് തീരുമാനിച്ചത്.